ഇലക്ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ നോക്കാനാണ് വന്നേക്കുന്നത്. നമ്മുടെ ഓഫീസിൻ്റെ മോൾ ഭാഗമാണ് കാണുന്നത്. ഇതിൻ്റെ ആ ഒരു റൂഫിൻ്റെ മുകളിലാണ്, ഷീറ്റിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഏകദേശം ഒരു 5 കിലോവാട്ടിൻ്റെ സോളാർ ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം 300 വാട്ടിൻ്റെ 17 പാനലുകളാണ് ഇവിടെ വരുന്നത്. നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ്. ലൂമിനൻസിൻ്റെ ഒരു 3.75 kVയുടെ ഇൻവേർട്ടറും പ്ലസ് ഒരു ആശാ പവറിൻ്റെ MPPT കൂടെ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. എന്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ കാരണം ഞാൻ ലൂമിനൻസിൻ്റെ ഹൈബ്രിഡ് നമ്മൾ എങ്ങനെയുണ്ട് അതിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ടെസ്റ്റിന് വേണ്ടി എടുത്ത യൂണിറ്റാണ്. അതിലേക്ക് വേണ്ടി നമ്മൾ ഏകദേശം 9 പാനലുകൾ ആ ലൂമിനൻസിൻ്റെ MPPTയിലേക്കും അതേപോലെ തന്നെ ഒരു 8 പാനലുകൾ നമ്മൾ ആശാ പവറിൻ്റെ MPPTയിലും കൊടുത്ത് നമ്മളൊരു 48 വോൾട്ട് 100 AH ബാറ്ററി സിസ്റ്റമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മാസത്തോളമായി ഓഫ് ഗ്രിഡ് ഇവിടെ ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഇതിൽ കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ പാനലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്, സോളാർ ചെയ്യുന്നതിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഒരു ഏറ്റവും വലിയ എന്താണ് അതിൻ്റെ ഉപകാരം എന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഈ കാണുന്ന ഇത് 7-8 മാസമായിട്ട് ക്ലീൻ ചെയ്യാത്തൊരു സ്ഥലമാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തുള്ള ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഉണ്ടാവും, ഭയങ്കരമായിട്ടും ഡസ്റ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതുണ്ടോ, ഇതിപ്പോൾ ഒന്ന് തുടക്കുകയാണെങ്കിൽ ഇതുണ്ട്, എൻ്റെ കയ്യിലുണ്ടോ ഇതുമാതിരി അവസ്ഥയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്ഷൻ ഭയങ്കര കുറവാണ്. ഒന്നാമത്തെ കാര്യം, ഇതിപ്പോൾ നമ്മൾ ഒരു റോഡ് സൈഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഇരിക്കുന്ന സിസ്റ്റം മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് പൊടി അടിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഇതിപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തൊരു പാനലാണ്. ഈ ഒരു കളറായിരുന്നു വരേണ്ടത് ഇതിലേക്ക്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്നെ സംഭവിക്കണമെന്ന് വെച്ചാൽ നമുക്കുള്ള പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ടും കുറയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ സോളാറൊക്കെ ചെയ്യുകയാണ്, നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, എല്ലാവരും സോളാർ വെക്കുന്നു. ഒരു 10 വർഷത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ 25 വർഷത്തേക്ക് സോളാർ വെച്ച് വേറൊന്നും ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല. പ്രോപ്പറായിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യേണ്ടതും പ്രിവെൻറ്റീവ് മെയിൻ്റനൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്ലാന്റിൽ ഞാനിപ്പോൾ കാണിച്ചു തരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോഴാണ് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി ഇത്. ഇപ്പോൾ നമ്മൾ ഓരോ കസ്റ്റമറിനും നമ്മൾ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 3 മന്തിലോ 6 മന്ത്സിലോ ഒന്നെങ്കിൽ കമ്പനിക്കാർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ, അതായത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുക. ഇത് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പ്രൊഡക്ഷനിൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാകും. നമുക്കിവിടെ മൊത്തം 5 കിലോവാട്ടാണ്. നമുക്ക് ഡെയിലി ഒരു 20 യൂണിറ്റെങ്കിലും കിട്ടുന്നുണ്ട്. നമുക്ക് പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ടും കുറഞ്ഞ് ഏകദേശം 6 യൂണിറ്റ് 7 യൂണിറ്റൊക്കെ ആയതിനു ശേഷമാണ് നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പ്രഷർ വാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. പക്ഷേ അത് അത്രത്തോളം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു ഇതല്ല. മാക്സിമം നമ്മൾ മോപ്പ് ഉപയോഗിക്കുക, മൈൽഡായിട്ടുള്ള ലിക്വിഡ്സ് യൂസ് ചെയ്യുക. ഇതിപ്പോൾ ഭയങ്കര ഡസ്റ്റാണ്. നമുക്കിപ്പോൾ ഷാമ്പു അങ്ങനെ എന്തെങ്കിലും യൂസ് അല്ലെങ്കിൽ സോളാറിൻ്റെ ക്ലീനേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇത് കുറേ നാളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പോവില്ലാത്ത രീതിയിലേക്കായി പോകും. ഇത് ഭയങ്കരമായിട്ട് സോയിലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതൊട്ടും പോവുകയില്ല. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യുക. ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോളാറിൻ്റെ അത്. അപ്പോൾ ഞങ്ങളിന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ കണ്ടുപിടുത്തേ. ഗുഡ് ബൈ.